13 വർഷമായി അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഹരീഷ് റാണ എന്ന യുവാവിന് 2026 മാർച്ച് 11-ന് സുപ്രീം കോടതി ദയാവധത്തിന് അനുമതി നൽകി. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരാൾക്ക് ദയാവധം നൽകാൻ കോടതി ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഈ കേസിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. ആരാണ് ഹരീഷ് റാണ? ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിൽ ബിടെക് വിദ്യാർത്ഥിയായിരുന്ന ഹരീഷ് റാണ 2013-ൽ താമസസ്ഥലത്തിന്റെ 4-ാം നിലയിൽ നിന്ന് വീണ് തലച്ചോറിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. അതിനുശേഷം 13 വർഷത്തോളം അദ്ദേഹം പേഴ്സിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന അവസ്ഥയിലായിരുന്നു. സ്വന്തമായി ശ്വസിക്കാനോ ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. കോടതി വിധി. മനുഷ്യത്വപരമായ നിലപാട്. മകന്റെ ദുരിതാവസ്ഥ കണ്ട് മനമുരുകിയ മാതാപിതാക്കളാണ് കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസുമാരായ ജെ.ബി. പർദിവാല, കെ.വി. വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ചരിത്രപരമായ വിധി പ്രസ്താവിച്ചത്. അന്തസ്സോടെയുള്ള മരണം. മരിക്കാനുള്ള അവകാശവും അന്തസ്സോടെയുള്ള ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഹരീഷിന്റെ ജീവൻ നിലനിർത്തിയിരുന്ന ട്യൂബുകൾ വഴിയുള്ള ആഹാരവും മരുന്നുകളും ഘട്ടങ്ങളായി നീക്കം ചെയ്യാനാണ് കോടതി അനുമതി നൽകിയത്. എയിംസിന്റെ പങ്ക്. ദില്ലിയിലെ എയിംസ് ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ വിഭാഗത്തിൽ വെച്ച് വേദനയില്ലാത്ത രീതിയിൽ ഈ നടപടികൾ പൂർത്തിയാക്കാൻ കോടതി നിർദ്ദേശിച്ചു.